പിന്നെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ എല്ലാ PSC എക്സാമിനും വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് ഒരു മോക്ക് ടെസ്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഇതിൻ്റെ ആൻസറൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. പിന്നെ നമ്മൾ ആൻസർ പറയുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആണോ നോക്കുക. എന്നിട്ട് എത്ര എണ്ണം നിങ്ങളുടെ ശരിയായി എന്ന് നോക്കുക. ശരിയായിട്ടില്ല വെച്ചെങ്കിൽ നിങ്ങൾ അത് ശരിയാക്കാനുള്ള ഏതൊക്കെ പഠിക്കണോ അത് പഠിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. എ പേഴ്സൺ ഹൂ ഡസ് നോട്ട് ബിലീവ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, അത്തീസ്റ്റ്, ഫാറ്റലിസ്റ്റ്, ഒംനിവോറസ്, വേഴ്സറ്റൈൽ. ഇതിലെന്താണ് അത്തീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൽ വിശ്വസിക്കാത്തവൻ എന്നുള്ള അർത്ഥമാണ് അത്തീസ്റ്റ് എന്നുള്ളതിന്. ഫേറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിധിയിൽ വിശ്വസിക്കുന്നവൻ എന്നുള്ളതാണ്. ഓംനിവോറസ് എന്ന് പറഞ്ഞാലോ എല്ലാ സാധനങ്ങളും കഴിക്കുന്നവരാണ് ഓംനിവോറസ് എന്ന് പറയുന്നത്. ഇനി വേഴ്സറ്റൈൽ എന്ന് പറഞ്ഞാലോ പല കഴിവുള്ളവനായാണ് വേഴ്സറ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൽ വിശ്വസിക്കാത്തവൻ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഏതാണ് ആൻസർ ആയിട്ട് വരിക? എത്തീസ്റ്റ് എന്നുള്ളതാണ്. എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എഴുതി വെക്കണം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യും വേണം കേട്ടോ. നെക്സ്റ്റ്, വൺ ഹൂ ഡിപ്പെൻഡ്സ് ഓൺ ആൻഡ് ബിലീവ്സ് ഇൻ ഫേറ്റ്. ഞാൻ അപ്പോഴേ പറഞ്ഞു അല്ലേ, ഫേറ്റിൽ വിശ്വസിക്കാൻ, വിധിയിൽ വിശ്വസിക്കുന്നവരെ എന്താ പറയുക? ഫേറ്റലിസ്റ്റ്. അപ്പൊ ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ്, വൺ ഹൂ ഈറ്റ്സ് എവറിത്തിങ്. എല്ലാ ഭക്ഷണവും കഴിക്കുന്ന ആളെ എന്താ പറയുക? ഓംനിവോറസ്. ഇത് ഞാൻ ബാക്കിയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് വേഗത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. വൺ ഹൂ പൊസസസ് മെനി ടാലൻസ്, അതായത് പല കഴിവുള്ളവൻ എന്നുള്ളത്, അതാരാണ്? വേഴ്സറ്റൈൽ. ഡി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ലൈഫ് ഹിസ്റ്ററി റിട്ടേൺ ബൈ സംബഡി എൽസ്. അതായത് ഒരാള് മറ്റൊരാളുടെ ജീവിത ചരിത്രം എഴുതുക. അതിനെ പറയുന്നത് എന്താണെന്ന്? ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവചരിത്രം അവനൻ തന്നെ എഴുതുക. സ്വന്തം ജീവചരിത്രം എഴുതുന്നതിനാണ് ഓട്ടോബയോഗ്രഫി എന്ന് പറയുക. ബയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരാൾ എഴുതുന്ന ജീവചരിത്രമാണ്. എപ്പിറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ശവക്കല്ലിൽ എഴുതണ വാചകങ്ങളെയാണ് എപ്പിറ്റ എന്ന് പറയുക. കാലിഗ്രഫി എന്ന് പറഞ്ഞതോ മനോഹരമായ കയ്യക്ഷരത്തിനെയാണ് കാലിഗ്രഫി എന്ന് പറയുക. അപ്പൊ ഇവിടെ എന്താണ് പറയണത്? എ ലൈഫ് ഹിസ്റ്ററി റിട്ടേൺ ബൈ സംബഡി എൽസ്. ആരെങ്കിലും ഒരാള് ചരിത്രം എഴുതണേനെ എന്താ പറയുക? മറ്റൊരാൾ എഴുതുന്ന ജീവചരിത്രത്തിനെ എന്താ പറയുക? ബയോഗ്രഫി. അപ്പൊ ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റഡി ഓഫ് ബേർഡ്സ്. പക്ഷികളെ കുറിച്ചുള്ള പഠനം എന്താണ് ഇതിലെ പറയാ? ഓർണിത്തോളജി ആണോ, ആസ്ട്രോളജി ആണോ, സുവോളജി ആണോ, ബോട്ടണി ആണോ? ഓർണിത്തോളജി ആണ്. ഓർണിത്തോളജി ആണ് പക്ഷികളെ കുറിച്ചുള്ള പഠനം. ആസ്ട്രോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്യോതിഷം അല്ലെ, നക്ഷത്ര പഠനം എന്നൊക്കെ പറയും ആസ്ട്രോളജിക്ക്. സുവോളജി എന്താണ്? മൃഗശാസ്ത്രം അല്ലെ, മൃഗങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രമാണ് മൃഗശാസ്ത്രം. ബോട്ടണി എന്ന് പറഞ്ഞാലോ സസ്യശാസ്ത്രം. അപ്പോൾ ഇതിലെ ഏതാണ് പക്ഷികളെ കുറിച്ചുള്ള ശാസ്ത്രം? ഓർണിത്തോളജി. ദ വേർഡ്സ് റിട്ടേൺ ഓൺ ദ ടോംബ് ഓഫ് എ പേഴ്സൺ. അങ്ങനെ പറഞ്ഞ എന്താണ്? അതായത് ഒരാളുടെ ശവക്കല്ലിൽ എഴുതണ വാക്യം അതേതാണ്? എപ്പിറ്റ. അത് നമ്മൾ ആദ്യമേ പറഞ്ഞു എപ്പിറ്റ. എ പേഴ്സൺ ഹൂ ട്രാവൽസ് ടു എ സീക്രട്ട് പ്ലേസ് ആസ് ആൻ ആക്ട് ഓഫ് റിലീജിയസ് ഡിവോഷൻ. എന്താണ് പറയണത്? പിൽഗ്രിം എന്ന് പറഞ്ഞാൽ എന്താണ്? തീർത്ഥാടകനാണ് അല്ലെ. ടൂറിസ്റ്റ് എന്ന് പറഞ്ഞാലോ വിനോദസഞ്ചാരി. ട്രാവലർ എന്ന് പറഞ്ഞാൽ സഞ്ചാരി. നൊമാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാടോടിയാണ്. അപ്പൊ എ പേഴ്സൺ ഹൂ ട്രാവൽസ് ടു എ സീക്രട്ട് പ്ലേസ് ആസ് ആൻ ആക്ട് ഓഫ് റിലീജിയസ് ഡിവോഷൻ. അപ്പൊ അതെന്താണ്? പിൽഗ്രിം അല്ലെ, തീർത്ഥാടകനാണ്.
അപ്പോൾ എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പേഴ്സൺ ഹൂ സെൽസ് ആൻഡ് അറേഞ്ചസ് കട്ട് ഫ്ലവേഴ്സ്. എന്താണ്? വിൽക്കും ചെയ്യാം, പിന്നെ കട്ട് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യുകയും ചെയ്യാം. ഇങ്ങനത്തെ ആൾക്കാരെ എന്താണ് വിളിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്ലോറിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൂക്കച്ചവടക്കാരൻ അല്ലെങ്കിൽ പൂക്കളെ അലങ്കരിക്കുന്നവൻ എന്നുള്ള അർത്ഥമാണ്. ഗാർഡനർ എന്ന് പറഞ്ഞാൽ എന്താണ്? തോട്ടക്കാരനാണ് അല്ലെ. ബോട്ടണിസ്റ്റ് എന്ന് പറഞ്ഞാലോ സസ്യശാസ്ത്രജ്ഞനാണ്. അഗ്രികൾച്ചറലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്രികൾച്ചറലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കർഷകൻ അല്ലെ. അപ്പൊ ഇതില് പൂവിനെ കുറിച്ച് എന്താണ് പറയാ? പൂക്കച്ചവടക്കാരൻ എന്നുള്ളതിന് ഫ്ലോറിസ്റ്റ്. നെക്സ്റ്റ്, കസ്റ്റം ഓഫ് ഹാവിങ് മെനി വൈഫ്സ്. കൂടുതൽ ഭാര്യമാരുള്ളത് അല്ലെ. ഒന്നല്ല കൂടുതൽ ആയിട്ടുള്ള ഭാര്യമാരുള്ളവരെ എന്താണ് പറയാന്ന്. ഇവിടെ മോണോഗമി ഉണ്ട്, പോളിഗമി ഉണ്ട്, ബൈഗമി ഉണ്ട്, മാട്രിമോണി ഉണ്ട്. ഇതില് മോണോഗമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമയത്ത് ഒരേ ഒരാൾ മാത്രം ഇണയായിട്ടുള്ളവരെ മോണോഗാമി. പോളിഗാമി എന്ന് പറഞ്ഞാൽ എന്താണ്? പല ഇണകള്, അതായത് ബഹുഭാര്യത്വം എന്നുള്ളതാണ് ഇതില് പോളിഗമി. ബൈഗമി എന്ന് പറഞ്ഞാലോ 2 ഇണകള് ഒരു സമയം. മാട്രിമോണി എന്ന് പറഞ്ഞാൽ വിവാഹം എന്നുള്ള അർത്ഥമാണ്. അപ്പൊ കസ്റ്റം ഓഫ് ഹാവിങ് മെനി വൈഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? പോളിഗമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഫർട്ട് ടു അച്ചീവ് സംതിങ്. എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എഫർട്ട് എടുക്കുകയാണ്, അതിനെ എന്താണ് പറയാന്ന്? എൻഡേവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കഠിന ശ്രമമാണ്. അഡ്വെഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? സാഹസികമായിട്ടുള്ള യാത്രകൾ, അഡ്വെഞ്ചേഴ്സ് പറയില്ലേ. എന്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ സംരംഭങ്ങള്. വെഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിസ്ക് എടുത്തുള്ള സംരംഭം, അതാണ് വെഞ്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ പറയണേ? എഫേർട്ട് ടു അച്ചീവ് സംതിങ്. അപ്പൊ എന്താ പറയാ? എൻഡേവർ, കഠിന പരിശ്രമം എന്നുള്ള അർത്ഥം. എ പേഴ്സൺ ഹു ഈസ് ഗ്രീഡി ഫോർ മണി. അതായത് ഗ്രീഡി ഫോർ മണി അല്ലെ. അങ്ങനെയുള്ള ആൾക്കാരെ എന്താണ് പറയാന്ന്? മൈസർ എന്ന് പറഞ്ഞാൽ എന്താണ്? പിശുക്കൻ, പണം ചെലവാക്കാത്തവൻ എന്നുള്ള അർത്ഥമാണ് അല്ലെ. ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദാനശീലൻ എന്നുള്ള അർത്ഥമാണ്. സ്പെൻഡ് ത്രിഫ്റ്റ് എന്ന് പറഞ്ഞാലോ ധൂർത്ത് ചെയ്യുന്നവൻ. ആൾട്രൂയിസ്റ്റ് എന്ന് പറഞ്ഞാലോ പരോപകാരി എന്നുള്ള അർത്ഥം. അപ്പൊ ഇവിടെ എന്താണ് വരിക? അതായത് പണം ചെലവാക്കാത്തവൻ എന്നുള്ള അർത്ഥമല്ലേ വരിക? എ പേഴ്സൺ ഹു ഈസ് ഗ്രീഡി ഫോർ മണി, അതായത് മൈസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ തിങ് നോ ലോങ്ങർ ഇൻ യൂസ്. അതായത് പിന്നെ നമ്മൾ ഉപയോഗിക്കാത്തത് എന്നുള്ള അർത്ഥമാണ്. ഒബ്സൊലീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപയോഗമില്ലാതായ അല്ലെങ്കിൽ കാലഹരണപ്പെട്ട എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇവിടെ എന്താ വരിക? ഒബ്സൊലീറ്റ് ആണ് വരിക. എ തിങ് നോ ലോങ്ങർ ഇൻ യൂസ്. ആൻഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ പുരാതനമായിട്ടുള്ളത് എന്നുള്ളതാണ് ആൻഷ്യന്റിന്റെ. ആന്റിക് എന്ന് പറഞ്ഞാലോ? ആന്റിക് എന്ന് പറഞ്ഞാൽ പുരാവസ്തു, അതായത് വിലയുള്ള പഴയ സാധനത്തിനെയാണ് ആന്റിക് കളക്ഷൻ എന്നൊക്കെ പറയാ അല്ലേ. ഓൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയത് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ എ തിങ് നോ ലോങ്ങർ ഇൻ യൂസ് എന്ന് പറഞ്ഞാൽ ഒബ്സൊലീറ്റ്. നെക്സ്റ്റ്, എ പേഴ്സൺ ഹൂ ഡസൻറ്റ് നോ ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ്. അതായത് എഴുതാനും വായിക്കാനും അറിയാത്തവനെ പറയണ പേര്. ലിറ്ററേറ്റ് ആണോ, ഇല്ലിറ്ററേറ്റ് ആണോ, ഇഗ്നറന്റ് ആണോ, അൺഎഡ്യൂക്കേറ്റഡ് ആണോ? ലിറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുതാനും വായിക്കാനും അറിയുന്നവനാണ് ലിറ്ററേറ്റ്. ഇല്ലിറ്ററേറ്റ് എന്ന് പറഞ്ഞാലാണ് അറിയാത്തവൻ എന്നുള്ള അർത്ഥം. ഇഗ്നറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അജ്ഞാനി എന്നുള്ള അർത്ഥം, ജ്ഞാനമില്ലാത്തവൻ, ഇഗ്നോറന്റ്. അൺഎഡ്യൂക്കേറ്റഡ് എന്ന് പറഞ്ഞാലോ വിദ്യാഭ്യാസം ഇല്ലാത്തവൻ എന്നുള്ള അർത്ഥം, അൺഎഡ്യൂക്കേറ്റഡ്. നെക്സ്റ്റ്, ഗവൺമെന്റ് ബൈ എ കിങ് ഓർ ക്വീൻ. എന്താണ് പറയാ? ഡെമോക്രസി ആണോ,
മൊണാർക്കി ആണോ, ഓട്ടോക്രസി ആണോ, അരിസ്റ്റോക്രസി ആണോ? ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? ജനാധിപത്യമാണ് അല്ലെ? മൊണാർക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? രാജഭരണമാണ്. ഓട്ടോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വേച്ഛാധിപത്യം. അരിസ്റ്റോക്രസി എന്ന് പറഞ്ഞാലോ പ്രഭുവർഗ ഭരണം. അപ്പൊ ഇതില് എന്താണ്? ഗവൺമെന്റ് ബൈ എ കിങ് ഓർ ക്വീൻ എന്താണ് വരിക? മൊണാർക്കി അല്ലെ? രാജഭരണം. അപ്പൊ ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. ഇനി നെക്സ്റ്റ്, എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് ഡാഷ്. എന്താണ് വരിക? സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 അല്ലേ? കറക്റ്റ് ആണ്, പഴഞ്ചൊല്ലാണ്, അത് നമുക്ക് ഓർമ്മയുണ്ടാവണം. ഇതിൽ ടൈം എന്ന് പറഞ്ഞാൽ സമയം എന്നുള്ള അർത്ഥമാണ്. പിന്നെ ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവൻ എന്നുള്ള അർത്ഥം. വർക്ക് എന്ന് പറഞ്ഞാൽ ജോലി. സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9, അതായത് കൃത്യസമയത്ത് ഒരു തുന്നല് 9 തുന്നല് ലാഭിക്കും എന്നുള്ള അർത്ഥമാണ്. അതായത് ചെറിയ പ്രശ്നം ആയാലും നമ്മൾ നേരത്തെ പരിഹരിക്കും എന്നുള്ളതാണ് സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട്, എന്താണ്? ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്. അതായത് മിന്നുന്നതെല്ലാം പൊന്നല്ല അല്ലെ? എന്തായാലും പുറമേ കാണുന്നത് എല്ലാം നല്ലതല്ല എന്നുള്ള അർത്ഥമാണ്. അതായത് മിന്നുന്ന നല്ല ഭംഗിയുണ്ടെന്ന് വിചാരിച്ച് ഉള്ളില് നല്ലതാവണമെന്നില്ല എന്നുള്ള അർത്ഥമാണ്. സിൽവർ എന്ന് പറഞ്ഞാൽ വെള്ളിയാണെന്ന് അറിയാം. ഡയമണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വജ്രമാണ്. മെറ്റൽ എന്ന് പറഞ്ഞാൽ ലോഹമാണ്. നെക്സ്റ്റ്, എ ബാഡ് വർക്ക് മാൻ ഓൾവേസ് ബ്ലെയിംസ് ഹിസ്, എന്താണ്? മോശം തൊഴിലാളി എപ്പോഴും ആരെയാണ് കുറ്റം പറയുക? തൻ്റെ ഉപകരണങ്ങളെയാണ് കുറ്റം പറയുക. അവനവന് ബുദ്ധിമുട്ടില്ല, പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ ഇത് ബുദ്ധിമുട്ടായത് എന്നുള്ള വിധത്തിലാണ് പറയുക. എ ബാഡ് വർക്ക് മാൻ ഓൾവേസ് ബ്ലെയിംസ് ഹിസ് ടൂൾസ്. എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. ബോസ് എന്ന് പറഞ്ഞാൽ നമ്മളറിയാം, തലപ്പത്തിരിക്കുന്ന ആള്. ഹെൽപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? സഹായി എന്നുള്ള അർത്ഥം. വർക്ക് എന്ന് പറഞ്ഞാൽ ജോലി കേട്ടോ. നെക്സ്റ്റ്, എ ജേർണി ഓഫ് എ ഡാഷ് മൈൽസ് ബിഗിൻ വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ്. എ ജേർണി ഓഫ് എ 1000 miles begin with a single step. അതായത് 1000 മൈൽ യാത്ര ഒരു ചുവടിലാണ് തുടങ്ങണ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നെക്സ്റ്റ്, എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് ഡാഷ് ഇൻ ദ ബുഷ്. അതായത് ഈ കയ്യിലുള്ള ഒരു ബേർഡ്, അല്ലെ, ഒരു കിളി, അത് ബുഷിലുള്ള എത്ര കിളിയേക്കാൾ വിലയുണ്ട് എന്ന് പറയുക? അതായത് 2 കിളിയേക്കാൾ വിലയുണ്ട് എന്നുള്ളതാണ് പറയാ. എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ദ ബുഷ്. ബുഷിലിരിക്കുന്ന 2 എണ്ണത്തെക്കാട്ടും വിലയുണ്ട് നമ്മുടെ കയ്യിലുള്ള ഒരു ബേർഡ് എന്ന് പറയുന്നത്. അതാണ് അതിന്റെ അർത്ഥം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു ഗെറ്റ് ബെൻഡ് ഔട്ട് ഓഫ് ഷേപ്പ്. അതിന്റെ അർത്ഥം എന്താണ് വരിക? അതായത് ടു ബിക്കം വെരി ആംഗ്രി, അതായത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക എന്നുള്ള അർത്ഥമാണ്. ഇവിടെ ടു ബിക്കം ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എവിടേക്ക് വേണമെങ്കിൽ വളയാനും ഒടിയാനും പറ്റണ വിധത്തില് എന്നുള്ളതാണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് എന്ന് പറയാം. ടു ചേഞ്ച് ഷേപ്പ് എന്ന് പറഞ്ഞാൽ രൂപം മാറുക. ടു ഗെറ്റ് ഹർട്ട് എന്ന് പറഞ്ഞാലോ വേദനിക്കുക. അപ്പോൾ ഇതില് ടു ഗെറ്റ് ബെൻഡ് ഔട്ട് ഓഫ് ഷേപ്പ്, ടു ബിക്കം വെരി ആംഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് someone the cold shoulder. എന്താണ്? എന്തിനാണത്? ഒരാളെ അവഗണിക്കാൻ വേണ്ടിയിട്ട്, ഒരാളെ അവഗണിക്കുക അല്ലെങ്കിൽ മുഖം തിരിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ടു ഇഗ്നോർ സമ്മൺ. ടു ഹെൽപ്പ് സമ്മൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സഹായിക്കുക. ടു പ്രൈസ് സമ്മൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രശംസിക്കുക. ടു ഹഗ് സമ്മൺ എന്ന് പറഞ്ഞാലോ കെട്ടിപ്പിടിക്കുക എന്നുള്ള അർത്ഥം. അപ്പൊ ഇതിൽ ഏതാണ്? ടു ഇഗ്നോർ
someone. നെക്സ്റ്റ് ഓവർ ക്ലൗഡ് 9 എന്താണ് വരിക? എക്സ്ട്രീംലി ഹാപ്പി എന്നുള്ള അർത്ഥമല്ലേ ഓവർ ക്ലൗഡ് 9 എന്ന് പറയുമ്പോൾ. എക്സ്ട്രീംലി ഹാപ്പി വളരെ സന്തോഷവാനായിരിക്കുക. പിന്നെ വെരി സാഡ് എന്ന് പറഞ്ഞാലോ വളരെ സങ്കടമായിട്ടിരിക്കുക. കൺഫ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആശയക്കുഴപ്പമുണ്ടാക്കുക. ആംഗ്രി എന്ന് പറഞ്ഞാലോ ദേഷ്യം വരാം. അപ്പൊ നെക്സ്റ്റ് ദാറ്റ് ഷിപ്പ് ഹാസ് സെയിൽഡ് എന്താണ് ആൻസർ വരിക? ദ ഓപ്പർച്യൂണിറ്റി ഈസ് ഗോൺ. അതായത് ആ അവസരം നഷ്ടമായി, വൈകി എന്നുള്ള അർത്ഥമാണ്. ദാറ്റ് ഷിപ്പ് ഹാസ് സെയിൽഡ് എന്ന് പറഞ്ഞാൽ ആ കപ്പൽ പോയി എന്നുള്ള അർത്ഥം. അതായത് ആ ഓപ്പർച്യൂണിറ്റി നമുക്ക് നഷ്ടമായി എന്നുള്ളത്. ഇനി ഇവിടെ എന്താണ്? എ ഷിപ്പ് ലെഫ്റ്റ് ദ പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പൽ തുറമുഖം വിട്ടു എന്നുള്ള അർത്ഥമാണ്. സംതിങ് ഈസ് ന്യൂ എന്ന് പറഞ്ഞാലോ പുതിയത് എന്നുള്ളത് അർത്ഥം. ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് നൗ, ഇപ്പൊ തുടങ്ങണു എന്നുള്ളത്. അപ്പൊ ദാറ്റ് ഷിപ്പ് ഹാസ് സെയിൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഓപ്പർച്യൂണിറ്റി നമുക്ക് നഷ്ടമായി എന്നുള്ളത്. റൺ ലൈക്ക് ദ വിൻഡ് എന്താണ് പറയാ? കാറ്റുപോലെ വേഗത്തിൽ ഓടുക അല്ലെ? റൺ ലൈക്ക് ദ വിൻഡ് എന്ന് പറഞ്ഞ അപ്പൊ റൺ വെരി ഫാസ്റ്റ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. റൺ സ്ലോലി എന്ന് പറഞ്ഞാലോ പതുക്കെ ഓടുക. വാക്ക് എന്ന് പറഞ്ഞാൽ നടക്കുക. ജമ്പ് എന്ന് പറഞ്ഞാലോ ചാടുക. നെക്സ്റ്റ് ലൈക്ക് ടു പീസ് ഇൻ എ പോഡ്, അതായത് ഒരേപോലെ സിമിലർ ആയിട്ടുള്ളത് എന്നുള്ളതാണ് അർത്ഥം. നെക്സ്റ്റ് വെരി ഡിഫറെന്റ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ളത്. എനിമീസ് എന്ന് പറഞ്ഞാൽ ശത്രുക്കള്. സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞാലോ അപരിചിതരെ എന്നുള്ള അർത്ഥം. ലൈക്ക് ടു പീസ് ഇൻ എ പോഡ് എന്ന് പറഞ്ഞാലോ ഒരേപോലെയുള്ളത് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ വെരി സിമിലർ. നെക്സ്റ്റ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ, അതായത് എപ്പോഴെങ്കിലും ഒരിക്കൽ സംഭവിക്കുന്നതാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. വെരി റെയർലി. എവറി ഡേ എന്ന് പറഞ്ഞാലോ എപ്പോഴും നടക്കണത് എന്നുള്ളതാണ്. വൺസ് എ മന്ത് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും നടക്കണത്. ഓഫൺ എന്ന് പറഞ്ഞാലോ ഓഫൺ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നടക്കണത്. അപ്പോൾ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് നടന്നെങ്കിലായി, അങ്ങനെയുള്ളത്. വെരി റയർലി. നെക്സ്റ്റ് എ ഡൈം എ ഡസൺ എന്താണ് പറയാ? അതായത് വെരി കോമൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സാധാരണ ആയിട്ടുള്ളത് അല്ലെ? വെരി റയർ എന്ന് പറഞ്ഞാലോ വളരെ അപൂർവമായിട്ടുള്ളത്. എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാലോ വില കൂടിയത്. വാല്യുബിൾ എന്ന് പറഞ്ഞാലോ വിലയുള്ളത് അല്ലെ? അപ്പൊ എ ഡൈം എ ഡസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സാധാരണമായിട്ടുള്ളത്, വില കുറഞ്ഞത് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് നോട്ട് റോക്കറ്റ് സയൻസ്. എങ്ങനെയാണ് പറയാ? അതായത് ഇറ്റ് ഈസ് നോട്ട് റോക്കറ്റ് സയൻസ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പാടുള്ളതല്ല, വെരി സിമ്പിൾ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാലോ ഭയങ്കര പാടുള്ളത് എന്നുള്ളതാണ്. ഇറ്റ്സ് അബൌട്ട് സ്പേസ് എന്ന് പറഞ്ഞാലോ അത് ആകാശത്തെ കുറിച്ചുള്ളതാണ്, ബഹിരാകാശത്തെ കുറിച്ചുള്ളതാണ്. ഇറ്റ്സ് കൺഫ്യൂസിങ് എന്ന് പറഞ്ഞാൽ ആശയക്കുഴപ്പമുള്ളതാണ്. അപ്പൊ ഇറ്റ്സ് നോട്ട് റോക്കറ്റ് സയൻസ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലിയതൊന്നുമല്ല, ഭയങ്കര ആയിട്ട് ആലോചിക്കേണ്ടതൊന്നുമല്ല, അത് വെറുതെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ള അർത്ഥമേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ്, ബ്യൂട്ടി ഈസ് ഓൺലി സ്കിൻ ഡീപ്പ്, അതായത് സൗന്ദര്യം സൗന്ദര്യം നമ്മുടെ എവിടെയില്ല, തൊലിയിൽ മാത്രമല്ല. അതായത് അങ്ങനെ ഒരു അർത്ഥം എന്താണ് വരിക? അപ്പിയറൻസ് ഈസ് നോട്ട് എവറിത്തിങ്. ബ്യൂട്ടി ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൗന്ദര്യം പ്രധാനം എന്നുള്ളതാണ്. സ്കിൻ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? തൊലി സുന്ദരം എന്നുള്ളത്. ഡെപ്ത് മാറ്റേഴ്സ് എന്ന് പറഞ്ഞാലോ ആഴം പ്രധാനം എന്നുള്ളത്. അപ്പൊ ബ്യൂട്ടി ഈസ് ഓൺലി സ്കിൻ ഡീപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഭയങ്കരമായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങേണ്ടതല്ല. അപ്പിയറൻസ് ഈസ് നോട്ട് everything. Next, a person who draws or produce maps.
ഭൂപടം ഉണ്ടാക്കുന്ന ആളെ എന്താ പറയാ? കാർട്ടോഗ്രാഫർ. ഭൂപടം ഉണ്ടാക്കുന്ന ആളാണ് കാർട്ടോഗ്രാഫർ. ഓതർ എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുത്തുകാരനാണ് ഓതർ, റൈറ്റർ. ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിത്രകാരൻ അല്ലെ? സർവേയർ എന്ന് പറഞ്ഞാലോ സ്ഥലം അളക്കണവനെയാണ് സർവേയർ എന്ന് പറയാം. അപ്പൊ ഇതില് ഏതാണ്? എ പേഴ്സൺ ഹൂ ഡ്രോസ് ഓർ പ്രൊഡ്യൂസസ് മാപ്സ് എന്ന് പറഞ്ഞാൽ കാർട്ടോഗ്രാഫർ. നെക്സ്റ്റ്, എ പേഴ്സൺ ഹൂ റൈറ്റ്സ് ബ്യൂട്ടിഫുൾ റൈറ്റിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, കാലിഗ്രാഫർ. അതായത് കാലിഗ്രാഫി എന്ന് പറഞ്ഞാൽ നല്ല സൗന്ദര്യമുള്ള എഴുത്ത് എന്നുള്ള അർത്ഥമാണ്. അങ്ങനെ എഴുതുന്ന ആളെയാണ് കാലിഗ്രാഫർ എന്ന് പറയാം. ഓതർ, പോയറ്റും റൈറ്ററും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. ദ ആർട്ട് ഓർ പ്രാക്ടീസ് ഓഫ് ഗാർഡൻ കൾട്ടിവേഷൻ ആൻഡ് മാനേജ്മെന്റ്. എന്താണ് വരിക? അതായത് ഉദ്യാനത്തിലെ, അതായത് പൂന്തോട്ടത്തിലെ അതിനെ പരിപാലിക്കുന്ന ആള് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ എന്താണ് വരിക? ഹോർട്ടിക്കൾച്ചർ. അതായത് ഉദ്യാന കൃഷി എന്നുള്ളതാണ് ഹോർട്ടിക്കൾച്ചർ. അഗ്രികൾച്ചർ എന്താണ്? കൃഷി എന്നുള്ളതാണ്. പക്ഷെ പൂവിന്റെ കൃഷിയാണ് ഹോർട്ടിക്കൾച്ചർ. ഇനി ഫോറസ്ട്രി എന്ന് പറഞ്ഞാലോ വനവൽക്കരണം അല്ലെ. ബോട്ടണി എന്ന് പറഞ്ഞാലോ സസ്യശാസ്ത്രം. അപ്പൊ ഇവിടെ നമുക്ക് പറയണത് ദ ആർട്ട് ഓർ പ്രാക്ടീസ് ഓഫ് ഗാർഡൻ കൾട്ടിവേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അതായത് പൂക്കളെ കുറിച്ചുള്ളത് ഹോർട്ടിക്കൾച്ചർ എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ്, സമൃദ്ധ് ഈസ് എ ലിറ്റിൽ ഹാർഡ് ഓഫ് ഹിയറിംഗ്. എന്താണ് വരിക? അതായത് കുറച്ച് ചെവി കേക്കായി ഉണ്ട് എന്നുള്ളത്. ഹി ഹാസ് എ സ്ലൈറ്റ്ലി ഹിയറിംഗ് ഡിഫിക്കൽറ്റി. ഹി കനോട്ട് ഹിയർ അറ്റ് ഓൾ എന്ന് പറഞ്ഞാൽ ഒട്ടും കേൾക്കില്ല എന്നുള്ള അർത്ഥമാണ്. ഹി ഹിയേഴ്സ് വെരി വെൽ എന്ന് പറഞ്ഞാൽ നല്ലോണം കേൾക്കും എന്നുള്ളത്. ഹി ഈസ് ഡെഫ് എന്ന് പറഞ്ഞാൽ ഒട്ടും കേൾക്കില്ല എന്ന് പറഞ്ഞത്. ഹി ഹാസ് എ സ്ലൈറ്റ്ലി ഹിയറിംഗ് ഡിഫിക്കൽറ്റി. അതായത് ലിറ്റിൽ, എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ചെറിയതായിട്ട്, ഹാർഡ് ഓഫ് ഹിയറിംഗ്. അപ്പോൾ ഈ ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ഡോണ്ട് വോണ്ട് ടു ബ്ലോ മൈ ഓൺ ഡാഷ് but I do think I single-handedly won the match for us. എന്താണ് വരിക? അതായത് I don't blow my own എന്താണ് വരിക? ട്രംപറ്റ് എന്നുള്ളതാണ് വരിക. അതായത് സ്വയം പുകഴ്ത്തുക എന്നുള്ള അർത്ഥമാണ്. ബ്ലോ മൈ ഓൺ ട്രംപറ്റ് എന്ന് പറഞ്ഞാൽ സ്വയം പുകഴ്ത്തുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇവിടെ ട്രംപറ്റ് എന്നുള്ളതാണ് വരിക. ഫ്ലൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുഴൽ പോലെയുള്ള ഒരു സാധനമാണ്, നമ്മൾ വായിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഫ്ലൂട്ട് അല്ലെ. മൈൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സാണ്. വിസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വിസിൽ ചെയ്യുക. അപ്പൊ ഇവിടെ ട്രംപറ്റ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം കേട്ടോ. ട്രംപറ്റ് ആണ് ഇവിടെ വെക്കേണ്ടത്. നെക്സ്റ്റ്, there was nothing much for us to do, so we sat back, dashed the breeze with one another. എന്താണ് പറയുന്നത്? ഷൂട്ടിംഗ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? അതായത് ഷൂട്ട് ദ ബ്രീസ് എന്ന് പറഞ്ഞാൽ വെറുതെ സംസാരിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൂട്ട് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ വേരോടിക്കുക എന്നുള്ളത്. ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ പിടിക്കുക. അപ്പൊ ഇതില് പറയണത് ഷൂട്ടിംഗ് ദ ബ്രീസ് ആണ് കേട്ടോ. അതായത് വെറുതെ സംസാരിക്കുക. ഷൂട്ട് ദ ബ്രീസ്, ഷൂട്ട് ദ ബ്രീസ് ആണ്. നെക്സ്റ്റ്, Ali, I need to mull dash what has just happened here. അതായത് ഓൺ ആണോ, വിത്ത് ആണോ, ഓവർ ആണോ, സം ആണോ? ടു മുൾ ഓവർ എന്നാണ് വരിക. അതായത് അതിന്റെ മുൾ ഓവർ എന്ന് പറഞ്ഞാൽ ആലോചിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ആലോചിക്കുക. ഓൺ എന്ന് പറഞ്ഞ മേലെ എന്നുള്ള അർത്ഥം, വിത്ത് എന്ന് പറഞ്ഞ കൂടെ എന്നുള്ളത്, പിന്നെന്താണ് സം എന്ന് പറഞ്ഞ കുറച്ച്,
അപ്പൊ ഐ നീഡ് ടു മുൾ ഓവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആലോചിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നെക്സ്റ്റ്, ദ കളർ ദാറ്റ് ബെൻ chose to wear for his birthday party really dashed me down with a feather. എന്താണ് പറയാ, അതായത് നോക്ക് മീ ആണ് വരിക. കാരണം എന്താണ്, അതായത് ആ കളറ് എന്താണ്, അത്ഭുതപ്പെടുത്തി എന്നുള്ള അർത്ഥമാണ്. നോക്ക് മീ ഡൗൺ വിത്ത് എ ഫെദർ. നെക്സ്റ്റ്, പുഷ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, തള്ളി എന്നുള്ളതാണ്. റാൻ എന്ന് പറഞ്ഞാൽ ഓടി. പുൾഡ് എന്ന് പറഞ്ഞാലോ വലിച്ചു എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇവിടെ നോക്കഡാണ് വരേണ്ടത് കേട്ടോ. നോക്ക്ഡ് മീ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അത്ഭുതപ്പെടുത്തി എന്നുള്ള അർത്ഥം. We need to grab the bull by the dash and get this project completed as quickly as we can. ഹോൺസ് എന്നുള്ളതാണ് വരിക. കാരണം എന്താണ്, bull by the horns and get this project completed as quickly as we can. ഇവിടെ ഏതാണ് വരിക, ഹോൺസ് എന്നുള്ളതാണ് വരിക. കാരണം എന്താണ്, ഗ്രാബ് ദ ബുൾ ബൈ ദ ഹോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പ്രശ്നം നേരിടുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പോൾ നോസ് എന്ന് പറഞ്ഞ മൂക്കാണെന്നും ലെഗ് എന്ന് പറഞ്ഞ കാലാണെന്നും ടെയിൽ എന്ന് പറഞ്ഞ വാലാണെന്നും അതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. ഹോൺ എന്ന് പറഞ്ഞാൽ കൊമ്പാണെന്നും അറിയാം. പക്ഷേ ഇവിടെ എന്താണ്, ഗ്രാബ് ദ ബുൾ ബൈ ദ ഹോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ധൈര്യമായി പ്രശ്നത്തെ നേരിടുക എന്നുള്ള അർത്ഥാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹി കോട്ട് മീ ഓഫ് ഡാഷ് വെൻ ഹി ആസ്ക്ഡ് മീ എ ക്വസ്റ്റ്യൻ അബൌട്ട് വാട്ട് ഐ ഹാഡ് ബീൻ ഡൂയിങ് അറ്റ് ദ വീക്കെൻഡ്. എന്താണ് ആൻസർ വരാം, അതായത് ക്യാച്ച് ഓഫ് ഗാർഡ്, കോട്ട് മീ ഓഫ് ഗാർഡ് എന്നുള്ളതാണ് വരിക. അപ്പൊ ഡി എന്നുള്ളതാണ്, അതായത് ഒരുക്കമില്ലാത്തപ്പോ പിടിക്കുക എന്നുള്ള അർത്ഥമാണ്. And he asked me a question about what I had been doing at the weekend. Next, there is nothing dash yet because we are still deciding what to do and when to do it. Answer എന്താണ് വരിക, സെറ്റ് ഇൻ സ്റ്റോൺ. സെറ്റ് ഇൻ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഉറപ്പിച്ച് അല്ലെങ്കിൽ മാറ്റാനാവാത്തത് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ എൻഡിങ് ദ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ദിവസം അവസാനിക്കുക എന്നുള്ള അർത്ഥം. മെയ്ഡ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് കൊണ്ടുള്ളത് എന്നുള്ളതാണ്. ഔട്ട് ഓഫ് ലൈൻ എന്ന് പറഞ്ഞാൽ അതായത് ആ ലൈനിന് പുറത്ത് എന്നുള്ളതാണ് അല്ലെ, നിരക്കിന് പുറത്ത് എന്നുള്ളതാണ് അർത്ഥാക്കണത്. Next, it is important not to dash your hand during a game like chess, otherwise you will surely lose. എന്താണ്, ടിപ്പ് യുവർ ഹാൻഡ്, അതായത് രഹസ്യം വെളിപ്പെടുത്തുക എന്നുള്ള അർത്ഥമാണ്. നോട്ട് ടു ടിപ്പ് യുവർ ഹാൻഡ്, രഹസ്യം വെളിപ്പെടുത്താൻ പാടില്ല ഡ്യൂറിങ് എ ഗെയിം ലൈക്ക് ചെസ്, otherwise you will surely lose. 3 പറഞ്ഞ എന്താണ്, നീക്കുക എന്നുള്ള അർത്ഥം. ഗ്രാബ് എന്ന് പറഞ്ഞ എന്താണ്, പിടിക്കുക. സ്ലാപ്പ് എന്ന് പറഞ്ഞാലോ അടിക്കുക. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സംതിങ് അപ്പ് വൺസ് സ്ലീവ്. അതായത് ഒരാളുടെ കയ്യിൽ മാത്രം എന്നുള്ളതാണ് അർത്ഥാക്കണത്. അതായത് എ സീക്രട്ട് പ്ലാൻ എന്നുള്ളതാണ്. അപ്പൊ ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. എ പ്രോഫിറ്റബിൾ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ലാഭകരമായ പദ്ധതി എന്നുള്ളതാണ്. എ ഗ്രാൻഡ് ഐഡിയ എന്ന് പറഞ്ഞാലോ ഒരു വലിയ ആശയമാണ് അല്ലെ. സംതിങ് അൺഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാലോ പ്രധാനമല്ലാത്ത കാര്യം എന്നുള്ളത്.
അപ്പൊ ഇവിടെ എന്താ പറയണത്? സംതിങ് അപ്പ് വൺസ് സ്ലീവ്, ഒരാളുടെ കയ്യിൽ മാത്രമുള്ളത്. അതായത് സീക്രട്ട് പ്ലാൻ, ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.